Hi friends, ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെയർ കെയർ കൊണ്ട് തന്നെയാണ്, ടിപ്സ് വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. നമ്മളുടെ അകാല നര, അതുപോലെ തന്നെ ഹെയറിനുണ്ടാകുന്ന ഹെയർ ഫോള്, ഡാൻഡ്രഫ് ഒക്കെ മാറാനും ഹെയറിന് നല്ല കരുത്തുണ്ടാവാനും പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും കുടിച്ച് നോക്കുക, വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് ഹെയറിന് മാത്രമല്ല നമ്മളുടെ ചർമ്മത്തിനും വളരെയധികം നല്ലതാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക, വളരെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു വീഡിയോ ആണ്. ഉണ്ടാക്കാനാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും കേട്ടോ. നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഈ ഒരു അമേസിങ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. അതായത് 250 ml പാത്രമാണ്, അതിൽ 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അളവനുസരിച്ച് എടുക്കാം കേട്ടോ. 2 ഗ്ലാസ് 3 ഗ്ലാസ് അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 500 ml അളവിനുള്ള വെള്ളത്തിനുള്ള അളവാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അതാണ് മുടി പൊഴിയാനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം മുടി പൊഴിച്ചിലുള്ളവർക്കറിയാമല്ലേ അതിൻ്റെ വിഷമം. നല്ല രീതിയിലൊരു ആശ്വാസം കിട്ടും കേട്ടോ. അകാല നരയുണ്ട്, ഇപ്പോൾ പലരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അകാല നര. അപ്പോൾ അവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഒരു ഡ്രിങ്ക് കുടിക്കുവാണെങ്കിൽ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മുന്തിരിയാണ് കേട്ടോ. അതായത് ഉണക്ക മുന്തിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉണക്ക മുന്തിരി അറിയാമല്ലോ, ഒരുപാട് നല്ല കണ്ടൻറ്റുകളുണ്ട്. നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയണിൻ്റെ കണ്ടൻ്റൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഉണക്കമുന്തിരിയിൽ. അപ്പോൾ അത് നമ്മളുടെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. നമ്മളുടെ തലമുടിയെ സംരക്ഷിക്കുന്നതിലും ഈ ഉണക്കമുന്തിരി വളരെയധികം നമ്മളെ സഹായിക്കും. അപ്പം ഞാനിവിടെ ഒരു 7 ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് കിട്ടിയ മുന്തിരി കുറച്ച് നല്ല വലിപ്പമുള്ള മുന്തിരിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 7 എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറിയ മുന്തിരിയാണ് കിട്ടുന്നതെങ്കിൽ ഒരു 10-15 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ, യാതൊരു പ്രശ്നവുമില്ല. അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട മൂന്നാമത്തെ നമ്മളുടെ സൂപ്പർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതാണ് കറിവേപ്പില. ഞാനിവിടെ 2 കതിർപ്പ് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില ഇല്ലാത്ത വീട് കാണത്തേ ഇല്ല അല്ലേ, എല്ലാവരുടെയും വീട്ടിൽ കാണും. കറിവേപ്പില വളരെയധികം നല്ലതാണ്. നമുക്ക് നമ്മളുടെ ഹെയറിനെ സംരക്ഷിക്കുന്നവർക്കറിയാലോ, നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ തലമുടി നരയ്ക്കാതിരിക്കാനും നമ്മളുടെ കറിവേപ്പില നമ്മളെ സംരക്ഷിക്കും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മളുടെ അയമോദകം. നമ്മളുടെ വീടുകളിൽ കാണുന്ന അയമോദകമാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. അയമോദകവും വളരെയധികം നമുക്ക് ഹെൽപ്ഫുള്ളാണ്. നമ്മളുടെ ഡാൻഡ്രഫ് കുറയ്ക്കാനും അതുപോലെ ഹെയർ ഫാൾ കുറയ്ക്കാനും ഒക്കെ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണാണ് കേട്ടോ അയമോദകം എടുത്തിരിക്കുന്നത്. അപ്പം 500 ml വെള്ളത്തിന് 1 ടീസ്പൂൺ അയമോദകമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അയമോദകം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ കരടും അതുപോലെ കല്ലും ഒക്കെ കാണും. ഒന്ന് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഈ വെള്ളത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതുപോലെ നല്ല രീതിയിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അയമോദകം ആ വെള്ളത്തിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഉണക്കമുന്തിരിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഉണക്കമുന്തിരി ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഉണങ്ങിയ സാധനമാണല്ലോ, അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഏത് സാധനമാണെങ്കിലും നമ്മൾ ഡ്രിങ്കായിട്ട് കുടിക്കുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു മുൻകരുതൽ എടുത്തു വേണം കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളുടെ കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ എൻ്റെ ഇവിടെ ഉണ്ടായ കറിവേപ്പിലയാണ്. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് വിനാഗിരിയിലിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. വിനാഗിരി വെള്ളത്തിലും ഉപ്പിലും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ നമ്മളുടെ നോർമൽ വാട്ടറിൽ വെച്ച് കഴുകിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്താ നമ്മളുടെ അമേസിങ് ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മളുടെ നരയൊക്കെ തടയാൻ വേണ്ടിയിട്ട്, അകാല നരയൊക്കെ തടയാൻ ഒരുപാട് നമ്മളെ സഹായിക്കും. നമുക്കിത് രാവിലെ വെറും വയറ്റിൽ വേണമെങ്കിൽ കുടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് ശേഷവും കുടിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തായാലും നല്ല റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ തുടർച്ചയായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ഇന്ന് ഉപയോഗിച്ചു അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞ് ഉപയോഗിച്ചു അങ്ങനെയല്ല കേട്ടോ. കുറച്ച് നാൾ നമ്മൾ മുടിയെ സ്നേഹിക്കുവാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ മുടി നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റോളം നല്ല രീതിയിൽ അതൊന്ന് വേവിച്ചെടുത്തേ. അതിന് ശേഷമാണ് ഞാൻ അരിച്ചെടുക്കുന്നത്.
കണ്ട അതെല്ലാം അടിയിലേക്കായി പോയിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ വേവിച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ ഡ്രിങ്ക് അരിക്കാനായിട്ട്. പിന്നെ ഇത് ചെറിയ ചൂടോടുകൂടി നമുക്ക് കുടിക്കാം. പിന്നെ നമ്മൾ ഈ ഒരു മുടി പൊഴിച്ചിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അകാലനരയുള്ള ആൾക്കാരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ മുടിയെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് നമുക്ക് ആ ഒരു നരേനെയൊക്കെ തടയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനെ ഒത്തിരി സഹായിക്കുന്ന ഒരു ഓയിലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വളരെയധികം നല്ലതാണ്. ഞങ്ങൾ ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കൊരു ഹെയർ ഓയിലും കൂടി നോക്കാം കേട്ടോ. ഇതും അകാലനര തടയാൻ വളരെയധികം നല്ലതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അത് നമ്മളുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളുടെ ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ നമ്മളുടെ കറിവേപ്പിലയും വെച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണ്. ട്രൈ ചെയ്യാൻ ആരും മടിക്കേണ്ട. പക്ഷേ തുടർച്ചയായിട്ട് ഇത് തേക്കണം കേട്ടോ. എങ്കിലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഹെയർ ഡൈയിനെയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റിയൊരു ഓയിലാണ്. ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓയിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പില വേണം, ചെമ്പരത്തിപ്പൂവും വേണം. അപ്പോൾ ഈ രണ്ടും സെയിം എമൗണ്ടിൽ എടുക്കുക കേട്ടോ, അളവിൽ എടുക്കുക. ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 250 ഗ്രാം. അതുപോലെ സെയിം അളവിലാണ് നമ്മളുടെ ചെമ്പരത്തിപ്പൂ എടുത്തിരിക്കുന്നത്. അപ്പോൾ കറിവേപ്പില അതിൻ്റെ തണ്ടൊക്കെ മാറ്റി നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ചെമ്പരത്തിപ്പൂവും വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിശദമായിട്ട് കാണേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ഉലുവയാണ് നമുക്ക് വേണ്ടത്. ഓയിൽ എടുത്തിരിക്കുന്നത് 1 ലിറ്ററാണ്. നന്നായിട്ട് ചൂട് കെട്ടിയുള്ള പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടാകുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയുടെ മൂപ്പെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ആ ഒരു കളറൊന്ന് മാറി വരണം കേട്ടോ. ആ സമയത്ത് നമുക്ക് നമ്മുടെ ചെമ്പരത്തിപ്പൂവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവ ഈ ഒരു കളറിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ മൂപ്പ്. ഇനി നമുക്ക് നമ്മളുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അളവൊക്കെ ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും കുഴപ്പമില്ല കേട്ടോ. ചെമ്പരത്തിപ്പൂ കുറച്ച് കൂടുകയായാലും കുഴപ്പമില്ല. നല്ല കളർ കിട്ടും നമ്മളുടെ ഹെയറിന്. ഇനി ചെമ്പരത്തിപ്പൂവും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് അതിനകത്ത് കിടന്നൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മൂത്തോന്നറിയാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചുമ്പോൾ നമ്മളത് മൂത്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ചെറിയൊരു നമ്മളുടെ കുരുമുളകുണ്ടല്ലോ അതിട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. ആ കുരുമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതൊന്ന് പൊട്ടുന്നതാണ് നമ്മളുടെ എണ്ണയുടെ പാകം കേട്ടോ. അപ്പോൾ ആർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ തൊടികളിലൊക്കെ ഇഷ്ടം പോലെ കാണുമല്ലോ നമ്മുടെ ചെമ്പരത്തിപ്പൂവും കറിവേപ്പിലയൊക്കെ. ധൈര്യമായിട്ട് ഉണ്ടാക്കി തേക്കാൻ പറ്റുന്ന നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു വീഡിയോ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് നേരം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിൻ്റെ നിറമൊക്കെ മാറി ഒരു ചെറിയൊരു നല്ല പച്ച കളറിലേക്ക് വരും നമ്മളുടെ ഓയില്. കണ്ടോ, ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഓയിലിൻ്റെ കളർ കാണിച്ചു തരാം. നല്ല രീതി കണ്ടോ, ഈ ഒരു നിറത്തിലേക്ക് വരും കേട്ടോ. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദീർഘനാൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അകാല നരയ്ക്ക് വളരെ നല്ലൊരു പരിഹാരമാണ്. ഹെയർ ഡൈനെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കുവാണെങ്കിൽ ഹെയർ ഡൈ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമേ വരത്തില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു വീഡിയോ ആണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നല്ലൊരു ടിപ്പുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.